കൃഷ്ണന്റെ ഇവിടെ KPCC സ്ഥാനത്തേക്കുള്ള നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ആളുകൾ. ഡൽഹിയിൽ ഇപ്പോൾ നേതൃയോഗം നടക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആവുന്നുണ്ട്. നമ്മുടെ കെ സി വേണുഗോപാലിൻ്റെ ഒരു പക്ഷമുണ്ട്, ഷാഫി പറമ്പിലിനെയും ഈ മാത്യു കുഴൽനാടനെയൊക്കെ അദ്ദേഹത്തിൻ്റെ പക്ഷം പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഴുവൻ സമയവും KPCCയുടെ സ്ഥാനത്ത് പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളെ ആയിരിക്കണം KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്, അതുപോലെ അങ്ങനെ ആന്റണി MP ആണ്, അങ്ങനെ നിരവധി ആളുകൾ, ഷാഫി പറമ്പിൽ നമ്മളുടെ MP ആണ്. അപ്പോൾ അങ്ങനെ നിരവധി ആളുകളുണ്ട്. അപ്പോൾ ഒരു ചുമതലയൊന്നും വഹിക്കാതെ ഉള്ള ആളെ ആയിരിക്കണം, മുഴുവൻ സമയവും പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരാളെ ആയിരിക്കണം സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് തോന്നുന്നു. ഇത് ആരെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ ഇവിടെ? ആരെയാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം ഈ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ KC വേണുഗോപാൽ, VD സതീശൻ, അതുപോലെ രമേശ് ചെന്നിത്തല 3 പേർക്കുമായിട്ട് വോട്ടെടുപ്പ് നടത്തുന്നു. ഭൂരിഭാഗം വരുന്ന MLA മാരും KCയെ പിന്തുണയ്ക്കുന്നു. അവസാനം ജനവികാരം മാനിച്ച് VDയെ മുഖ്യമന്ത്രിയാക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും ഇനി ആര് വരും, ആരെയാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശ്ചര്യത്തോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഇവർ പറയുന്ന പേരുകളുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, ആന്റണി ഉണ്ട്, ജോസഫ് വാഴക്കലുണ്ട്, KC ജോസഫ് ഉണ്ട്, ബെന്നി ബെഹനാനും യുവ നേതാക്കളായിട്ടുള്ള മാത്യു കുഴൽനാടനും അതുപോലെ ഷാഫി പറമ്പിലുമുണ്ട്. അപ്പോൾ ബാക്കി ഈ മുരളീധരൻ്റെ പ്രസ്താവന എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ഫുൾ ടൈം KPCCയെ കൊണ്ട് നടക്കാനൊരു അധ്യക്ഷൻ വേണം, അല്ലെങ്കിൽ കൂടുതൽ ജോലി ഭാരമുണ്ടാകും. അപ്പോൾ അത് പറ്റില്ല, ഫുൾ ടൈം ആയിട്ടൊരു പ്രസിഡന്റ് വേണം എന്നുള്ളതാണ്. ഇതിലിപ്പോൾ പരിശോധിക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമാണ് ഫുൾ ടൈം എന്ന രീതിയിലേക്ക് വരാൻ സാധ്യതയുള്ളവർ. അതിൽ മാത്യു കുഴൽനാടൻ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുമോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം മാത്യു കുഴൽനാടൻ ഇവിടെ പെരുമ്പാവൂര് MLA സ്ഥാനാർത്ഥിയായേക്കുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ആയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ പരിശോധിച്ചാൽ അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചുമതല കൂടെ കൊടുക്കാതെ ഇരിക്കില്ല എന്നുള്ളതാണ് ഞാൻ നിരവധി ആരോപണങ്ങളൊക്കെ ഉള്ള ഒരാളല്ലേ ഈ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയാവുന്നു? ഇല്ല, അത് കോൺഗ്രസിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഈ സിൻഡിക്കേറ്റിൻ്റെ കാര്യം തന്നെ പരിശോധിക്കുക. MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ആയിരിക്കുന്ന സമയത്തും പഴയ വാർത്തകൾ കുത്തി പൊക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം +2 പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡീബാർ ചെയ്തതാണ്, കോപ്പി അടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ വാർത്തകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് കോൺഗ്രസിനെ KPCC അധ്യക്ഷൻ സ്ഥാനത്തേക്ക് മാത്യു കുഴൽനാടനെ പരിഗണിക്കുന്നതിൽ ഒരു വാർത്തയാകും, അല്ലെങ്കിൽ അതൊരു ചർച്ചയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവിടെ നമ്മളുടെ കോൺഗ്രസിന്റെ അണികൾ തെരുവിലിറങ്ങിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. VD സതീശൻ പക്ഷം, KC വേണുഗോപാൽ പക്ഷം, അങ്ങനെ രമേശ് ചെന്നിത്തല പക്ഷം, അങ്ങനെ നിരവധി പക്ഷങ്ങൾ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നതാണ്. കോൺഗ്രസിലെ തന്നെ നേതാക്കളുടെ പോസ്റ്ററുകൾ വലിച്ചു കീറുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്കാണോ ഈ ഒരു KPCC പ്രസിഡന്റ് സ്ഥാനം പോകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ VD സതീശൻ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേരുന്നയിച്ചിട്ടുണ്ട്. KCയുടെ പക്ഷമാണെങ്കിൽ ആന്റണിയുടെയും മാത്യു കുഴൽനാടൻ്റെയും പേരുന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കണം എന്നുള്ളൊരു കാര്യം അവിടെ ഹൈക്കമാൻഡിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഹൈക്കമാൻഡ് ആരാ? അത് KC വേണുഗോപാൽ ചേർന്ന ഒരു ഉപദേശക സമിതിയാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എന്തായാലും KCക്കുണ്ട്. കാരണം അവിടെ നമ്മളെ ഈ VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം KCയുടെ ബൈറ്റ് നമ്മളെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേണമെങ്കിൽ എൻ്റെ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടി അദ്ദേഹത്തിന് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്കുകളിൽ നമുക്കറിയാം അദ്ദേഹത്തിന് അത്രയും വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അത്രയും വിഷമമുള്ള ഒരാൾ, അപ്പോൾ ഒരിക്കൽ തൻ്റെ നിലപാടുകളെ പരിഹസിച്ച അങ്ങനെ അവഗണിച്ച ഒരു കാലമാണല്ലോ. അപ്പോൾ അതിനുശേഷം ഇത്തരം ഒരു സാഹചര്യത്തിൽ
അതും KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ പറയുന്ന ഈ 2 പേരിൽ ഒരാളെ എടുത്തിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമൊന്നുമായിട്ടും ഞാൻ കണക്കാക്കുന്നില്ല. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നമാണ്. ഇപ്പോൾ ജനവികാരം എന്നൊന്നും നമുക്ക് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ പറയാനായിട്ട് പറ്റില്ല. കാരണം കോൺഗ്രസിലെ അണികളാണ് രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിലെ അണികളാണ് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നതിനേക്കാളും കൂടുതൽ ശക്തി അവർ ആ സമയത്ത് ഭരണപക്ഷത്തുള്ള സമയത്ത് കാണിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ശക്തി കാണിക്കാനൊക്കെ കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ജനവികാരം അല്ലെങ്കിൽ അണികളുടെ വികാരം മാനിക്കാൻ ഹൈക്കമാൻഡിനാവുകൂ എന്നുള്ളതാണ് സംശയം. അങ്ങനെ ആയില്ലെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ വിഭാഗീയതയിലേക്ക് ചിലപ്പോൾ ഇത് കടന്നേക്കാനുള്ള സാധ്യത നമുക്ക്. അണികൾ ഒരിക്കലും അതിനെ എങ്ങനെയായിരിക്കും ഇതിനേക്കാൾ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഇതൊരു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ളൊരു വിഷയമാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതെന്ന് പറയുന്നത് ജനപക്ഷത്ത് നിന്നായിരുന്നു. ജനങ്ങളുടെ പക്ഷമാണ് നോക്കിയാൽ ജനവികാരമാണ് അവിടെ പ്രതിഫലിപ്പിക്കപ്പെട്ടത്, അല്ലേ? പക്ഷേ ഇക്കാര്യത്തിൽ ഇതൊരു പാർട്ടിയുടെ നേതൃത്വ സ്ഥാനമാണല്ലോ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരിക്കും ഇവർ പരിഗണിക്കുന്നത്? ഇപ്പോൾ AICCയുടെ താല്പര്യമായിരിക്കുമോ, അല്ലെങ്കിൽ ഈ വേണുഗോപാലിൻ്റെ താല്പര്യമായിരിക്കുമോ, അല്ലെങ്കിൽ ആരെയായിരിക്കും ഇവർ കൂടുതൽ പിന്തുണയ്ക്കാൻ സാധ്യത എന്നുള്ളത് വളരെ നോക്കിക്കാണേണ്ട ഒരു വിശേഷണമാണ്, അല്ലേ? അതെ, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പട്ടിക ഉണ്ടായിരുന്ന സമയത്ത് അത് പുറത്തു പോകുന്നൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏത് MLA-മാർ ആരെയാണ് പിന്തുണച്ചതെന്നുള്ള ആ പട്ടികയൊക്കെ പുറത്തു പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ ഇത്തരത്തേക്കുള്ളൊരു പട്ടിക പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പറയുന്ന പോലെ കൂടുതൽ കോലാഹലങ്ങളിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. എന്നാണെങ്കിലും ഇതിൽ K. മുരളീധരൻ്റെ ഒരു വാക്ക് നമ്മൾ എടുത്താൽ മതി. K. മുരളീധരൻ എന്താ പറഞ്ഞത്? ഫുൾ ടൈം മെമ്പർ എന്നുള്ളതാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ MP-മാരല്ലേ തമിഴ്നാട്ടിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് MP-മാരാണെങ്കിൽ അത്ര ജോലിഭാരമില്ല, പക്ഷേ സ്വന്തം മണ്ഡലത്തിലേക്ക് തനിക്ക് പോലും K. മുരളീധരന് പോലും ഇറങ്ങിപ്പോകാൻ പണ്ടത്തെ പോലെ പോകാൻ ഒരു പ്രയാസമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരു ഫുൾ ടൈം മെമ്പർ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഒരിക്കലും. അതെ, വളരെയധികം ഒരു വലിയൊരു പ്രതിഭാസത്തിലേക്ക് തന്നെയാണല്ലേ, ഒരു വലിയ പ്രശ്നമാവുമോ എന്നുള്ളത് ഞാൻ ഭയപ്പെടുന്നുണ്ട്. കോൺഗ്രസ്സിലെ ഉള്ളിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിൻ്റെ തർക്കമൊന്നും ഇതുവരെ തർക്കമല്ല, ഇപ്പോഴും ആ ഒരു പ്രശ്നമൊന്നും മാറിയിട്ടില്ല. പൊതുവെ അതിങ്ങനെ ഇതായി വരുന്നേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും കോൺഗ്രസിനെ പൊതുവെ എല്ലാവരും കളിയാക്കാൻ ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജനാധിപത്യ നടപടിയുള്ള ഒരു സ്ഥാപനത്തിലായിരിക്കുമല്ലോ ഇത്തരം നടപടികൾ ഉണ്ടാവുക, കുറച്ചും കൂടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവുക. ഇപ്പോൾ ഈ VD സതീശൻ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ K. സുധാകരനെ മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങോട്ട് സംസാരിച്ചോ എന്ന് പറയുന്നു. അവർക്ക് അവരുടെ നിലപാട് സംസാരിക്കാനൊന്നും അങ്ങനെ അതിനൊന്നും ഒരു മറുപടിയില്ല. അത് പൊതുവായി തന്നെ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അല്ലെ? അതെ, പ്രത്യക്ഷമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. വിമർശനങ്ങൾ പ്രത്യക്ഷമായി കാണിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് ആ വേദിക്കകത്ത് ജനങ്ങൾ കണ്ടു നിൽക്കെ അത് പ്രത്യക്ഷമായി കാണിക്കും. പക്ഷെ അതിൽ നമ്മൾ നോക്കേണ്ട ഒരു വസ്തുത, താഴേക്കിടയിലുള്ള ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നൊരു കാര്യം, അണികൾ അതെങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? അണികൾക്കിടയിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും അത് കടക്കുന്നുണ്ടാവുക. ചേരിതിരിഞ്ഞ്, അതായത് KC പക്ഷം, VD പക്ഷം എന്നൊക്കെ ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു പക്ഷേ അണികൾ മാറിയേക്കാം. എന്താണെങ്കിലും അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. നമുക്കതിൽ കൈകടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ഇനി ഫുൾ ടൈം മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് മാത്യു കുഴൽനാടനെ ഒന്ന് മാറ്റി നിർത്താം, ഷാഫി പറമ്പിലിനെ ഒന്ന് എടുക്കാം. ഷാഫി പറമ്പിൽ ഒരു യുവ നേതാവാണ്, യുവതയുടെ പൾസ് അറിയുന്ന ഒരു നേതാവാണ്. പക്ഷേ ഷാഫി പറമ്പിൽ വരുന്ന സമയത്ത് ഈ മുതിർന്ന നേതാക്കളുണ്ടല്ലോ, ഈ പരിഗണിക്കപ്പെടുന്ന പട്ടികയിലുള്ള മുതിർന്ന നേതാക്കൾ ഇതിനെ എങ്ങനെ കാണും? അവരിതിനെ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ കാണുക എന്നുള്ളതാണ് ഞാൻ. ഷാഫി വന്നാൽ കുറച്ചും കൂടെ ആളുകളെ പാർട്ടിയോട് ചേർത്ത് നിർത്താൻ അവർക്ക് സാധിക്കില്ലേ? ഷാഫി ഒരു ജനകീയനായിട്ടുള്ളൊരു നേതാവാണ്, ഒരു കോൺഗ്രസിനകത്തൊരു ജനകീയനായിട്ടുള്ളൊരു മുഖമാണ്. അപ്പോൾ ആ ഷാഫിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ യുവ
അണികൾ അല്ലെങ്കിൽ യുവ പ്രവർത്തകർ കൂടെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ ഇത്തരം കാര്യപരിപാടികളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പോവുകയാണ്. ഹൈക്കമാൻഡിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് പല ആളുകളും അവിടെ ഹൈക്കമാൻഡിനെ ചെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നുണ്ട് വി.ഡി. സതീശൻ ഖാർഗെ കണ്ടിരുന്നു, പക്ഷെ CJP സമരവുമായിട്ടൊക്കെ അങ്ങ് പോയി എന്നുള്ളത്. അതെ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൃത്യമായി സംസാരിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കൊടിക്കുന്നിലാവണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കൊടിക്കുന്നിലും അതുപോലെ ആന്റണിയും കെ മുരളീധരന്റെ പിന്തുണ ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അതെ, അത് അങ്ങനെ ആ ഒരു വസ്തുതയും കൂടെ അതിനൊക്കെ ശേഷമാണ് കെ മുരളീധരൻ KCയെ കാണുന്നത്. അതെ, അപ്പോൾ ഇതിൽ ആരുടെയൊക്കെ എന്താ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, ആരെയായിരിക്കും പിന്തുണയ്ക്കുക എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ KC എല്ലാം അങ്ങ് വിട്ട് കൊടുക്കാൻ തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാം അങ്ങ് വിട്ടുകൊടുക്കാൻ വിട്ട് കളയണം എന്ന് പറയുന്ന പോലെ അത്ര വിട്ട് കളയാനൊന്നും KC ഈ പ്രാവശ്യം തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ കൃത്യമായ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ KPCC സ്ഥാനവുമായി ബന്ധപ്പെട്ട് KC പറയുന്ന ആളെ അല്ല ഇവിടെ വയ്ക്കുന്നതെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് ഉറപ്പായിട്ടും. ഇനി കൊടുക്കുന്നിലാണ് വയ്ക്കുന്നതെങ്കിൽ അത് വി.ഡി. സതീശൻ KCയുമായി ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരു തൃപ്തിയില്ലായ്മ കൊണ്ടുവരാൻ വളരെയധികം സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.